നല്ല സ്നേഹം കിട്ടി, നല്ല സഹകരണം കിട്ടി, ഒരു സീറ്റ് കിട്ടി. കണ്ടപ്പോൾ എല്ലാ സഹോദരങ്ങളും നമ്മുടെ കുടുംബത്തിലുള്ളവർ തന്നെയാണ് ഈ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അതിനേക്കാൾ സംതൃപ്തി കിട്ടി. അപ്പം രണ്ട് നിഷ്കാമകർമ്മം. എനിക്ക് ഗീതയും ബൈബിളും ഖുർആനും അറിയാത്തതുകൊണ്ട് സ്പിരിച്വൽ ഭേദം അനുസരിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊരു പ്രശ്നം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, മിക്ക സിനിമയ്ക്ക് പോകുമ്പോഴും ചെയ്ത് കഴിയുമ്പോൾ പ്രൊഡ്യൂസറിന്റെ മുമ്പ് കൈ നീട്ടുമ്പോൾ അവർ പറയും, ചേട്ടാ നിഷ്കാമകർമ്മം ചേട്ടൻ അതിലൂടെയല്ലേ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ആ നിഷ്കാമകർമ്മത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കിടക്കാൻ സ്ഥലം കിട്ടും, ഫുഡ് കിട്ടും, പെട്രോളിന് പൈസ കിട്ടിയാലായി, വല്ലതും കയ്യിൽ കിട്ടിയാലായി. ഈ രീതിയിലാണ് സംഗതി മുമ്പോട്ടേയിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം, ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളിലേക്ക് വരുന്നത് നമ്മൾ ആത്മാർത്ഥമായി ചെയ്തു കൊടുക്കാൻ ഒരു ദിവസം വരും, അത് വലിയ ദിവസമായിരിക്കും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് സിനിമ ഒരു സത്യം. സിനിമയെ സ്നേഹിക്കുന്നവരെ, സിനിമയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരെ സിനിമ ഒരിക്കലും കൈവിടില്ല. ബൈബിളിൽ ഒരു വചനമുണ്ട്, ജ്ഞാനദേവത. അത് ജ്ഞാനം ലഭിക്കുന്ന വ്യക്തികൾക്ക് ജ്ഞാനദേവത എപ്പോഴും വിട്ടായിട്ടുണ്ടായിരുന്നു. ആ ജ്ഞാനദേവത ഒരിക്കലും ആ വ്യക്തിയെ കൈവിടില്ല. നമ്മളതിനെ കൈവിട്ടാലും അതൊരിക്കലും നമ്മളെ കൈവിടില്ല. കാരണം നമ്മൾ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് പരിശ്രമിച്ചിട്ടാണ് നമ്മൾ അവിടെ എത്തിച്ചേരുന്നത്. ഇപ്പൊ പ്രൊഡ്യൂസർ സാറുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇന്നും ഇന്നലെയും കൊണ്ടല്ല, ഞാൻ കഴിഞ്ഞ 35 വർഷം കൊണ്ട് കഠിനമായി പരിശ്രമിക്കുകയാണ്. അധ്യാപകനായിരുന്നുവെങ്കിൽ പോലും ഞാൻ നന്നായി പഠിപ്പിക്കുന്ന ടീച്ചിങ് ഈസ് ആൻ ആർട്ട് എന്ന് പറയുന്ന രീതിയിലായിരുന്നു പഠിപ്പിച്ചിരുന്നത്. പക്ഷെ എന്റെ സമയം 2020 തുടങ്ങിയത്. ഞാൻ പോലും അറിയാതെ, ഞാൻ പോലും അപ്ലൈ ചെയ്താതെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമിലേക്ക് ഏഷ്യാനെറ്റ് എന്നെ ക്ഷണിക്കുകയായിരുന്നു. 2 വട്ടം. ആദ്യം വിളിച്ചപ്പോൾ ഞാൻ പോയില്ല, എനിക്കിതിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട്. രണ്ടാമത് 2019 ഡിസംബറിൽ അവർ വീണ്ടും വിളിച്ചു. അന്ന് 2 ആഴ്ച നിന്നിട്ട് പോകും എന്ന് പറഞ്ഞു. ഞാൻ 2 ആഴ്ചത്തേക്കുള്ള ഒരു കളർ മുണ്ടുകളും ഷർട്ടുകളും കൊണ്ടൊക്കെ പോയത്. 2020 ജനുവരി 3 ലാലേട്ടന്റെ അനുഗ്രഹത്തോടെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയത് മാത്രമേ അറിയാവൂ. പിന്നെ ഒന്നും അറിയില്ല. നടന്നതെല്ലാം ദൈവത്തിന്റെ കളികളായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ പ്ലാറ്റ്ഫോം വന്നിരിക്കുന്നു. ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ഒരാളിനെ ചതിച്ചിട്ടില്ല, പറ്റിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല, വാക്ക് പറഞ്ഞു പറ്റിച്ചിട്ടില്ല. കാരണം ഖുർആൻ പറയുന്നു, കപട വിശ്വാസികളുടെ പ്രത്യക്ഷ ലക്ഷണങ്ങളിൽ ഒന്ന് നാക്കെടുത്താൽ കള്ളം പറയുക, വിശ്വസിച്ചാൽ വഞ്ചിക്കുക. പോകണം. ഞാൻ വേദം അറിയാവുന്നതിനെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ ഇപ്പൊ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരുപാട് പീഡനങ്ങളൊക്കെ അനുഭവിച്ചാൽ നമ്മളിവിടെ എങ്ങനെ എത്തുക. പക്ഷെ ക്ഷമയോടെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പോഴും താമസിക്കുന്ന ആലുവയില് 20 വർഷം കൊണ്ട് താമസിക്കുന്ന ഹോസ്റ്റലിലാണ്, മെൻസ് ഹോസ്റ്റലിലാണ്. പുള്ളി ഞെട്ടലോടുകൂടി 20 വർഷം കൊണ്ട ഹോസ്റ്റലാണ്. ഒരൊറ്റ റൂം, കോഴിക്കോട് പോലെയുള്ള റൂമിൽ ഞാൻ സുഖമായി കിടക്കുന്നു. എനിക്കൊരു ടെൻഷനില്ല. കാരണം ആ പറഞ്ഞ ഞാൻ ഒരു ഉള്ളി കിട്ടിയതുകൊണ്ടാണ്. പക്ഷേ സിനിമയെ ഉടായ്പായിട്ട് എടുക്കാമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ, സിനിമയിൽ വെട്ടിക്കാൻ തട്ടിക്കാൻ ഇപ്പൊ തന്നെ കുറെ ന്യൂസുകൾ വരുന്നില്ലേ, കോടിക്കണക്കിന് പോയതിന്റെ പ്രൊഡ്യൂസർമാർ വന്ന് കരയുന്നത്. ഇവർക്ക് നമ്മൾ തട്ടിപ്പുകാർക്കും വെട്ടിപ്പുകാർക്കും പറ്റിപ്പുകാർക്കും തൽക്കാല വിജയങ്ങൾ മാത്രമേ ഉണ്ടാകൂ. അവർക്ക് തട്ടിപ്പാണ് പറ്റിപ്പാണ് എന്ന് പുറം ലോകം വരുന്നതോടുകൂടി അവരുടെ ചീട്ട് കയറിയിരിക്കും. പിന്നെ അവർ ഈ ഫീൽഡിൽ വളരെ കുറവായിരിക്കും ഉണ്ടാകുന്നത്. അത് തന്നെ സിനിമയുടെ പ്രത്യേകത. പക്ഷെ നല്ല വ്യക്തിത്വമാണ്, സിൻസിയറാണ്, അൽ അമീനാണ്,